കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കില്ലെന്ന് പോലീസോ വീട്ടുകാരോ ഉറപ്പ് നൽകിയാൽ കണക്ഷൻ പുനഃസ്ഥാപിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി നിർദ്ദേശം നൽകിയതായും കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. അവിടെ പണം അടയ്ക്കാത്തതിൻ്റെ പേരിൽ കട്ട് ചെയ്തു. കട്ടിയ ശേഷം പണം അടച്ചപ്പോൾ അത് പുനഃസ്ഥാപിച്ചു കൊടുത്തു. പിന്നെ എന്തിനാണ് കുഴപ്പമുണ്ടാകുന്നത്? പിന്നെ യാതൊരു കുഴപ്പമുണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഓഫീസിൽ കയറി മർദ്ദിച്ചു. ആ ഫർണിച്ചറൊക്കെ അതിൻ്റെ ഫിലിം അതൊക്കെ നശിപ്പിച്ച് ഇതെല്ലാം ചെയ്തപ്പോൾ തൊഴിലാളികൾക്കൊരു വികാരം ഉണ്ടായല്ലോ. അവർക്ക് നാളെ ഇതേപോലെയുള്ള വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ നാളെ ഇപ്പോൾ ഒരു പണം അടച്ചില്ല പറഞ്ഞാൽ കട്ട് ചെയ്യണം പറഞ്ഞാൽ ആര് പോകും? ആ ഒരു സന്ദേഹം അതുകൊണ്ടാണ് അങ്ങനെ പോലീസ് കൊടുക്കേണ്ടി വന്നത്. അതാണ് അതിൻ്റെ സ്ഥിതി. അതിപ്പോൾ ഇവർ ഒരു ഉറപ്പ് തന്നാൽ മതി. നാളെ ഇപ്പോൾ അവിടെ പോയി കണക്ഷൻ കൊടുക്കാൻ പോയി അവരെ ആക്രമിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് വേണ്ടേ? ആ ഉറപ്പ് അവരുടെ വീട്ടുടമസ്ഥന്മാരോ അല്ലെങ്കിൽ പോലീസോൻ്റെ ഭാഗത്തു നിന്നൊരു ഉറപ്പ് കിട്ടി അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇല്ല, അത് അവരിഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടില്ല. ഉറപ്പ് കൊടുക്കണ്ടേ? പോലീസ് ഉറപ്പ് കൊടുത്താൽ ഇന്ന് തന്നെ കൊടുക്കും. അവർ ജീവനും കൊണ്ട് ഇപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പോയി വയ്ക്കുക. നീയല്ലേ ഇത് ചെയ്തത് പറഞ്ഞാൽ അയാളിനെ ആക്രമിക്കാണ്ടിരിക്കണ്ടേ? ആ ഒരു ഉറപ്പ് വേണ്ടേ? ഇത് ഒരു വലിയ മെസ്സേജല്ലേ സംസ്ഥാനത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പണം അടച്ചവർക്ക് ഒരു വിഷമം, പണം അടയ്ക്കാത്തവർക്ക് ഒരു വിഷമം വരില്ല എന്നുള്ളൊരു മെസ്സേജ് വന്നാൽ ആരെങ്കിലും പണം അടയ്ക്കുമോ? ഇല്ല. എന്നാൽ മക്കൾ അച്ഛനമ്മയ്ക്കെങ്കിലും ഓരോ ഉറപ്പ് പറയണ്ടേ? ഇനി വരില്ല. ഈ മക്കളിങ്ങനെ ചെയ്യുന്നുള്ളതിന് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവനക്കാർക്കും അവർക്കൊരു സംരക്ഷണം കൊടുക്കണ്ടേ? ജീവനക്കാർ അവരും പാവങ്ങളല്ലേ? ഇലക്ട്രിസിറ്റി ലൈനിൽ കയറി ഇതൊക്കെ ചെയ്യുന്നവരല്ലേ? എത്ര ആളുകളാണ് മരിച്ചു പോയത്? ആ ഭാഗം ഒന്ന് ചിന്തിക്കില്ലല്ലോ നമ്മൾ. അവരൊരു ഉറപ്പ് കൊടുക്കണ്ടേ? ഇതില്ല എന്ന് പറഞ്ഞാൽ ഈ പണം അടയ്ക്കാതിരിക്കുന്ന ഒരു പ്രവണത വരില്ലേ? അതുകൊണ്ടാണ് അത് ഉറപ്പ് കൊടുത്താൽ പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശം പോയി.